നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2025 ഓഗസ്റ്റ് മാസം 6-ാം തീയതി 1200-ാം ആണ്ട് കർക്കടക മാസം 21-ാം തീയതി ബുധനാഴ്ച. ഇന്ന് ബുധനാഴ്ചയാണ്. മൂലം നക്ഷത്രമാണ്. മൂലം നക്ഷത്രം ശുഭനക്ഷത്രമാണ്. ബുധനാഴ്ച ഏറ്റവും നല്ല ആഴ്ചയാണ്. ബുധൻ പ്രവൃത്തികാരകൻ്റെ ദിവസമാണ്. ഇന്ന് ശുഭകാര്യങ്ങൾക്ക് ഇറങ്ങാൻ ഏറ്റവും നല്ല ദിവസമാണ്. പ്രത്യേകിച്ച് ഒരു ആപ്ലിക്കേഷൻ അയക്കാനാവട്ടെ, ഒരു ജോലിക്ക് തിരക്കാനാവട്ടെ, എന്തെങ്കിലും എഗ്രിമെൻ്റ് ഒപ്പിടാനാവട്ടെ, അതുപോലെ ശുഭപ്രദമായ കാര്യങ്ങൾക്കെല്ലാം അനുകൂലപ്രദമായ ഒരു ദിവസമാണ് ഇന്ന്. എല്ലാത്തിനും കൊള്ളാം. അതുകൊണ്ട് പുതിയ എന്തെങ്കിലും സംരംഭങ്ങൾ തുടങ്ങാനോ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് മുന്നോടിയായിട്ട് പ്രവർത്തിക്കാൻ കൊള്ളാവുന്ന ദിവസമാണ് ഇന്ന്. എന്തെങ്കിലും കാര്യങ്ങൾക്ക് ലോണിനോ മറ്റു കാര്യങ്ങൾക്കോ അപ്ലൈ ചെയ്യാനായാലും ഇന്നത്തെ ദിവസം അനുകൂലപ്രദമാണ്. അപ്പോൾ ഇന്നത്തെ ദിവസത്തെ മാക്സിമം വിനിയോഗിക്കുക. അതുപോലെ കർക്കിടക മാസത്തിലെ മൂലനക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെ നമുക്ക് ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് ഭാഗ്യദായകമായ ഒരു വർഷമായിരിക്കും. സാമ്പത്തിക നേട്ടം, ജോലിയിൽ പുരോഗതി, ഉദ്യോഗമില്ലാത്ത ആളിന് ഉദ്യോഗത്തെ കൊടുക്കും, ഉദ്യോഗത്തിൽ ഇരിക്കുന്ന ആളിന് ഉദ്യോഗ കയറ്റം കിട്ടും. അതുപോലെ രണ്ടുമല്ലാത്ത ആൾക്കാർ ബിസിനസ്സോ അതുപോലെ കാര്യങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് പെട്ടെന്ന് നേട്ടം ഉണ്ടാവും. പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ സഹായകരമായി തീരും. പഠിക്കുന്ന കുട്ടികൾക്ക് വിദ്യാവിജയം ഉണ്ടാവും. മുടങ്ങിക്കിടക്കുന്ന വിദ്യാഭ്യാസം പൂർത്തീകരിക്കാൻ സഹായിക്കും. ഇങ്ങനെ വളരെ നേട്ടത്തെ കൊടുക്കുന്ന ഒരു വർഷമായിരിക്കും നിങ്ങൾക്ക്. അപ്പോൾ ഇന്നും ഓരോ കാര്യങ്ങൾക്ക് ഇറങ്ങുമ്പോൾ രാവുകാല സമയം നോക്കി ഇറങ്ങണം. രാവുകാലം ഉച്ചയ്ക്കാണ് പറഞ്ഞത്. ശരിക്ക് 12 മണി മുതൽ 1:30 മണി വരെയാണ് കലണ്ടറിൽ രാവുകാലം ഇട്ടിരിക്കുന്നത്. നമുക്ക് 12 മണിക്ക് തുടങ്ങില്ല. 12:30 അരമണിക്കൂർ വ്യത്യാസത്തിലെ രാവുകാലം സ്റ്റാർട്ട് ചെയ്യുകയുള്ളൂ. 12:30 മണിക്കാണ് രാവുകാലം തുടങ്ങുന്നത്. ശരിക്ക് 2 മണി 3 മിനിറ്റ് വരെ രാവുകാല സമയമുണ്ട്. അപ്പോൾ ഈ സമയം ഒഴിച്ച് നമുക്ക് ശുഭകാര്യങ്ങൾക്ക് അതിൽ കൊള്ളാത്ത ഈ രാവുകാല യാത്രയ്ക്ക് മാത്രമേ ബാധകമുള്ളൂ. ശുഭയാത്രയ്ക്ക് നല്ലതല്ല. ഇതല്ലാത്ത 2 സമയങ്ങളുണ്ട്. ഗുളികകാല സമയവും യമകണ്ഠകാല സമയവും. അതിൽ ഗുളികകാല സമയം വരുന്നത് ശരിക്ക് 10:57 തൊട്ട് 12:30 വരെയും യമകണ്ഠകാല സമയം വരുന്നത് 7:51 തൊട്ട് 9:24 വരെയും. ഈ സമയം നമുക്ക് ഒരു ശുഭകാര്യങ്ങൾക്കും എടുക്കരുത്. ഇന്ന് നമുക്ക് അഭിജിത്ത് മുഹൂർത്തമുണ്ട്. 12:08 തൊട്ട് 12:54 വരെയാണ്. ഈ സമയത്താണ് രാവുകാലവും ഇതിൽ കയറി വരുന്നത്. അതുകൊണ്ട് അഭിജിത്ത് മുഹൂർത്തം ഒഴിവാക്കുന്നതാണ് നല്ലത്. ശരിക്ക് പുണ്യ കാര്യങ്ങൾക്ക് അല്ലാതെ തന്നെ മുഹൂർത്തമുണ്ട്. അതിന് അഭിജിത്ത് മുഹൂർത്തത്തെ തന്നെ എടുക്കണമെന്നില്ല. അതുപോലെ ഇന്നും ഓരോ കാര്യത്തിന് പോകുമ്പം വസ്ത്രധാരണത്തിൽ ശ്രദ്ധിക്കണം. പച്ച കളറോ പച്ച മിക്സ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ആയിട്ടുള്ള വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുത്തുന്നത് നന്നായിരിക്കും. ഒന്നുമില്ലെങ്കിൽ ഒരു കർച്ചീപ്പായിട്ടെങ്കിലും ഒരു പച്ച വസ്ത്രം കരുതുന്നത് ഭാഗ്യദായകമായി തീരും. ഇപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.